മൊഡ്യൂള് 3ൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് പാക്കേജസ് ആൻഡ് ഇൻ്റർഫേസ് എന്നുള്ളത്. ഓക്കെ, പാക്കേജസ് ആൻഡ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ജാവ ഫയലുകൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് ഒരു പാക്കാക്കിയിട്ട് മാറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു പാക്കേജ് കാണാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ജാവ ആപ്ലിക്കേഷൻ 3ൻ്റെ അകത്ത് സോഴ്സ് പാക്കേജസ്, അതിനകത്ത് ഡിഫാൾട്ട് പാക്കേജ് ഉണ്ടാവും. ഓക്കെ, നമ്മളിവിടെ ന്യൂ ജാവ ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ന്യൂ ക്ലാസ്, അപ്പം ബേസിക്കലി നമുക്ക് ജാവേൻ്റെ അകത്ത് എന്തുണ്ടാവില്ല, പാക്കേജ് ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട്, ഇപ്പോൾ ഒരു വലിയ സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഒരുമിച്ച് നമുക്ക് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു പാക്കേജ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പാക്കേജ് സാമ്പിൾ 3 എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ക്ലാസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു പാക്കേജിൻ്റെ അകത്താണ്. ആ പാക്കേജിൻ്റെ പേരെന്താണ്, സാമ്പിൾ 3. വേറൊരു ക്ലാസ് എടുക്കുക. ഓക്കെ, ഇതും എന്താണ്, ഇതേ പാക്കേജിൻ്റെ അകത്താണ്, സാമ്പിൾ 3 എന്ന് പറഞ്ഞ പാക്കേജാണ്. അപ്പം യു ക്യാൻ ഹാവ് n നമ്പർ ഓഫ് ജാവ ഫയൽസ് ഇൻസൈഡ് എ പാക്കേജ്. ഓക്കെ, സാമ്പിൾ 3 എന്നുള്ള പാക്കേജിൻ്റെ അകത്തേക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, നോർമലി നമ്മൾ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ ജാവ ഫയലാണ്, അപ്പോൾ അത് ബൈ ഡിഫാൾട്ട് പാക്കേജിൻ്റെ അകത്തായിട്ടാണ് നെറ്റ് ബീൻസിൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഐഡിയയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പാക്കേജ് നെയിം നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ കൊടുക്കണം. ഓക്കെ, അതാണ് പാക്കേജുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ നമുക്ക് ഇമ്പോർട്ട് പാക്കേജ്, ഓക്കെ വേറൊരാൾ ക്രിയേറ്റ് ചെയ്ത പാക്കേജ് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് പാക്കേജ് സാമ്പിൾ 3 ആണ്. ഇനി നമ്മൾ വേറൊരു പാക്കേജിൻ്റെ അകത്ത് ഓക്കെ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ഈ പാക്കേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ടോട്ടൽ അതിൻ്റെ ഒരു പേര് ഇപ്പം കോം ഡോട്ട് നെറ്റ് ഡോട്ട് ഓക്കെ സം ക്ലാസ്. ഇപ്പോൾ ഡോട്ട് സ്റ്റാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ആ പാക്കേജിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് പാക്കേജിൻ്റെ പ്രത്യേകത. ഒരു പാക്കേജ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പാക്കേജിൻ്റെ അകത്തുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, വേറെ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ വേറെ പ്രോഗ്രാമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, വേറെ എക്സാമ്പിൾ നമുക്ക് ലൈക്ക് ജാവ ഡോട്ട് ഓക്കെ ലൈക്ക് മാത്ത് ഡോട്ട് ഓക്കെ സം ക്ലാസ്സുകളാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സുകൾ മൊത്തത്തിലെല്ലാം 4 ഇപ്പം ഇതിലുള്ള എല്ലാ ക്ലാസ്സുകളെയും നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം, എന്ത് ചെയ്യാം, ഡോട്ട് സ്റ്റാർ കോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാം ഇമ്പോർട്ട് ചെയ്യാം. അതെല്ലാം നമുക്കൊരു പെർട്ടിക്കുലർ ഒരു ക്ലാസ് മാത്രം മതി, നമുക്ക് എന്ത് ചെയ്യാം, ആ പെർട്ടിക്കുലർ ക്ലാസ്സിൽ മാത്രം എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. സോ ഇതുപോലെയാണ് എന്ത് ചെയ്യാം, ആ പാക്കേജ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതും പാക്കേജുകൾ ഇമ്പോർട്ട് ചെയ്യുന്നതും. ഓക്കെ, ഇനി നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ ഒരു പാക്കേജ് ടോട്ടലി റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അകത്തുള്ള പബ്ലിക് ആയിട്ടുള്ള ക്ലാസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം ഏത് പാക്കേജാണ് ഓക്കെ നമുക്കിവിടെ റൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും, ആ പാക്കേജിൻ്റെ അകത്ത് ആരെയാണ് നമ്മൾ മെയിൻലി റൺ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ പാക്കേജ് ടോട്ടൽ നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ ഓക്കെ അതിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഏത് ക്ലാസ്സാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ക്ലാസ്സാണ് എന്ത് ചെയ്യുക, ആദ്യം റൺ ചെയ്യും. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യും, മെയിൻ ഫംഗ്ഷനായിട്ട് നമ്മൾ മറ്റ് ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യും, അതിൽ നമ്മൾ കണക്ഷൻ കൊടുക്കാൻ നോർമലി ചെയ്യാം. ഓക്കെ, ഇനി തിയറി സൈഡിലേക്ക് വരുന്ന സമയത്ത് പാക്കേജ് എന്ന് പറഞ്ഞാൽ ആർ യൂസ്ഡ് ഇൻ Java in order to prevent naming conflicts mainly. Okay, to control access, to make searching, location, usage of class, interface, enumerations and annotations easier, etc. A package can be defined as a grouping of related types. Okay, അത് ക്ലാസ്സുകളാവാം, ഇൻ്റർഫേസുകളാവാം, enumerations or annotations. Okay, ബേസിക്കലി നമ്മൾ ക്ലാസ്സുകളാണ് യൂസ് ചെയ്യുക. ഓക്കെ, പ്രൊവൈഡിങ് ആക്സസ് പ്രൊട്ടക്ഷൻ ആൻഡ് നെയിം സ്പേസ് മാനേജ്മെൻറ്റ്. അപ്പം ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഈ ഒരു പാക്കേജിൻ്റെ അകത്ത് നമ്മളൊരു ക്ലാസ്സിൻ്റെ പേര് ഡിഫൈൻ ചെയ്ത് വിചാരിക്കുക. ഓക്കെ, അപ്പം ഈ ഇതേ ക്ലാസ്സിൻ്റെ പേര് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി ഇതേ പാക്കേജിൻ്റെ അകത്ത് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കാം, ഓക്കെ കോപ്പി എനി ഫയൽ 3 എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ക്ലാസ്സിൻ്റെ പേര്. അപ്പോൾ നമ്മൾ വീണ്ടും അതേ പേരിൽ ഫയൽ ക്രിയേറ്റ് ചെയ്യുമെന്ന് കാണിക്കും, ദി ഫയൽ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നെയിമിംഗ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാക്കേജുകളാണ് ജാവ ഡോട്ട് IO ഡോട്ട് സ്റ്റാർ, നമ്മൾ നേരത്തെ കണ്ടു ജാവ ഡോട്ട് IO ഡോട്ട് സ്റ്റാർ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ നമുക്കിവിടെ ഒരുപാട് മറ്റ് പാക്കേജുകൾ കാണാൻ പറ്റും, ജാവ ഡോട്ട് ആപ്ലെറ്റ് ഡോട്ട് ടൈം ഡോട്ട് IO ഡോട്ട് ഓക്കെ ഡിഫറെൻറ്റ്, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് യൂസുകളുണ്ട്. ഫൈൻ.
ഇനി പ്രോഗ്രാമേഴ്സിന് സ്വന്തമായിട്ട് ഇത് ഡിഫാൾട്ട് എക്സിസ്റ്റിംഗ് പാക്കേജുകളാണ് നമ്മൾ പറഞ്ഞത്. പ്രോഗ്രാമേഴ്സിന് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പാക്കേജുകൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞു ആ ക്ലാസ്സിൻ്റെ മുകളിൽ പാക്കേജ് എന്നുള്ള പേര് എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. ഓക്കെ. While creating a package, you should choose a name for the package and include a package statement along with the name of the name at the top of every source file. നമ്മൾ already കണ്ടതാണ്. Okay. Package statement should be first line in the source code. Okay. Source code in the first line നമ്മൾ കണ്ടോ package space പാക്കേജിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ്ബീൻസിലാകുമ്പോൾ നമുക്ക് ഒരുമിച്ച് കമ്പൈലിംഗ് എല്ലാം അതിനകത്ത് നടത്തും. ഇനി അതല്ല നമ്മൾ ബൈ കമാൻഡ് ലൈൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുക. ഓക്കെ. ജാവാസി ഡെസ്റ്റിനേഷൻ്റെ ഫോൾഡർ ഫയൽ നെയിം .c. ഓക്കെ, അങ്ങനെയാണ് കൊടുക്കുക. ഓക്കെ. സോ ടു കമ്പൈൽ ദി ജാവ പ്രോഗ്രാം വിത്ത് പാക്കേജ് സ്റ്റേറ്റ്മെൻറ്റ് യു ഹാവ് ടു യൂസ് -d ആസ് എ പാരാമീറ്റർ ഓപ്ഷൻ ആസ് ഷോൺ ഹിയർ. ഓക്കെ. എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളാണ് ജസ്റ്റ് പറയുന്നത്. പാക്കേജ് ആനിമൽസ് എന്നുള്ള പാക്കേജാണ്. അവിടെ ഒരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർഫേസ് ആൾറെഡി നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർഫേസിൻ്റെ അകത്ത് എന്തുണ്ടാവില്ല, ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഫംഗ്ഷൻ്റെ പേരുണ്ട്, പിന്നെ ആനിമൽ ഈറ്റ് ചെയ്യും, ട്രാവൽ ചെയ്യും. പക്ഷെ എങ്ങനെയാണ് ഈറ്റ് ചെയ്യുക, ട്രാവൽ ചെയ്യുന്നത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻ്റർഫേസിന് നമുക്ക് എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും വേറൊരു ക്ലാസ്സിൻ്റെ അകത്ത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പാക്കേജ് ആനിമൽസ് കൊടുത്തു. ഓക്കെ, ഇതാണ് ഒരു പാക്കേജ്. ഫൈൻ. അപ്പം ഇതേ പാക്കേജിൻ്റെ അകത്ത് നമ്മൾ വേറെ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, മാമൽ ഇൻറ്റ് ഡോട്ട് ജാവ വേറെ ഫയൽ കൊടുത്തു, അല്ലെങ്കിൽ സം ക്ലാസ് നെയിം ഡോട്ട് ജാവ. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് രണ്ടും സെയിം പാക്കേജിൻ്റെ അകത്തായതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ആളെ നമുക്ക് യൂസ് ചെയ്യാം. ആനിമൽ എന്നുള്ള ഇൻ്റർഫേസിനെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യാം. പബ്ലിക് ക്ലാസ് മാമൽ ഇൻറ്റ് ഇംപ്ലിമെൻറ്റ്സ് ആനിമൽ. ഓക്കെ. നമ്മൾ മുന്നേയൊക്കെ എക്സാമ്പിൾസ് നോക്കിയ സമയത്ത് നമ്മൾ പറഞ്ഞതായിരുന്നില്ലേ. ഇപ്പോൾ ഇവിടെ എ എന്നുള്ള ക്ലാസ് ഉണ്ട്, ബി എന്നുള്ള ക്ലാസ് ഉണ്ട്. ഓക്കെ. അപ്പം എ എന്നുള്ള ക്ലാസ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ബി എന്നുള്ള ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. കാരണം ഇതെല്ലാം ഒരു പാക്കേജിൻ്റെ അകത്ത് കിടക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വിസിബിൾ ആണ് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ. അപ്പം സാമ്പിൾ എന്നുള്ള ക്ലാസ് നമ്മൾ മെയിൻലി പറഞ്ഞിരുന്നില്ലേ. നമുക്ക് കാർ എന്നുള്ള ഒരു ക്ലാസ് ഉണ്ട് ഇവിടെ അല്ലേ. കാർ എന്നുള്ള ക്ലാസ് മുന്നേ പറഞ്ഞ എക്സാമ്പിളാണ്. കാറിൻ്റെ ഒബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. സോ ഇറ്റ്സ് ലൈക്ക് സാമ്പിളിൻ്റെ അകത്ത് നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാം, കാർ സി ഈസ് ഈക്വൽ ടു ന്യൂ കാർ. ഓക്കെ. കാറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ കാർ എന്നുള്ള ക്ലാസ് എന്താണ്, ഇവിടെ വിസിബിൾ ആണ് എന്നർത്ഥം. ഓക്കെ. അപ്പം ഒരേ പാക്കേജിൻ്റെ അകത്തുള്ള ആളുകൾക്ക് എന്താ പരസ്പരം വിസിബിൾ ആവും. ബൈ ഡിഫാൾട്ട് വിസിബിലിറ്റി ആണ് കേട്ടോ. ഓക്കെ. പബ്ലിക് വിസിബിലിറ്റി ആണെങ്കിൽ പറ്റും. ഓക്കെ. പ്രൈവറ്റ് ആണെങ്കിൽ പറ്റില്ല. പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ അത് ഇൻഹെറിറ്റ് ചെയ്തതിൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. ഓക്കെ. ഫൈൻ. അപ്പം പാക്കേജ് എന്ന കീവേഡാണ് യൂസ് ചെയ്യുക. പാക്കേജ് പേറോൾ. ഓക്കെ. എക്സാമ്പിൾസ് ആണ് പാക്കേജ് പേറോൾ. നിങ്ങൾ എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക. നോട്ട്സ് നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിൻ്റെ അകത്ത് ക്ലാസ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ. നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും പേറോൾ ഡോട്ട് സ്റ്റാർ ഇമ്പോർട്ട് പേറോൾ ഡോട്ട് എംപ്ലോയി. അപ്പം നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ട് വെച്ചിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ട് ജാവ ഡോട്ട് io ഡോട്ട് സ്റ്റാർ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു പാക്കേജ് നമ്മുടെ ആൾറെഡി, അതായത് സേ ഫോർ എക്സാമ്പിൾ ആൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പാക്കേജ് ഉണ്ട്. ഓക്കെ. അത് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇമ്പോർട്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് അതേ പാക്കേജിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിനെയും ആഡ് ചെയ്യാം. ഓക്കെ. നോർമലി എപ്പോഴും അത് പോസിബിൾ ആവില്ല. കാരണം വേറെ ആൾ ഉണ്ടാക്കി വെച്ച അല്ലെങ്കിൽ വേറെ തരത്തിൽ ഉണ്ടാക്കി വെച്ച പാക്കേജുകളായിരിക്കും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ആ പാക്കേജ് ആവശ്യമുള്ള കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ പേറോൾ ഡോട്ട് എംപ്ലോയി എന്നുള്ളതിന് എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്യാണ്. ഓക്കെ. വേറൊരു ക്ലാസ്സിൻ്റെ അകത്തേക്ക്. അപ്പോൾ ഇതാണ് നിങ്ങൾ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിളായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ രൂപത്തിൽ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതാം. ഓക്കെ. പാക്കേജ് പേറോൾ എന്നൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ. വെരി സിമ്പിളാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ പാക്കേജ് നമ്മൾ വേറെ ഫംഗ്ഷൻ വേറൊരു ക്ലാസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ. സോ ദിസ് ഈസ് ഹൗ പാക്കേജസ് വർക്ക്. ഓക്കെ. -d എന്നുള്ള ഓപ്ഷൻ കൂടി എന്ത് ചെയ്യണം, പാക്കേജിന് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പൈൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. ആ -d എന്നുള്ളതും കൂടി ഓർത്ത് വെക്കുക. To display the current class path variable, use the following command in the Windows. So like set class path എന്ന് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. നോർമലി നമ്മൾ എന്താ വെച്ചാൽ
ക്ലാസിൻ്റെ പാത്ത് നമ്മൾ എൻവയോൺമെൻറ്റ് വേരിയബിൾ ആയിട്ട് സെറ്റ് ചെയ്യാറുണ്ടല്ലോ. അപ്പം ആ സെയിം സംഭവമാണ് സിസ്റ്റം വേരിയബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്യാം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം CMD അത്ര ഉള്ളതിൽ ഇപ്പം നമുക്ക് CMDയിൽ ഇപ്പം നമ്മൾ ജാവ സി എന്നടിച്ചു. അപ്പോൾ ജാവ സി ഇസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ കമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സിസ്റ്റം വേരിയബിൾസിൽ പോയിട്ട് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം അല്ലേ. നമ്മളെ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ഉണ്ടാവും. ഓക്കെ, എൻവയോൺമെൻറ്റ് മൈ കമ്പ്യൂട്ടറിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എൻവയോൺമെൻറ്റ് വേരിയബിൾസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂസ് നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട് നോർമലി അല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റും, അപ്പം കണ്ടോ ഈ ജാവ പാത്ത് അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ഫയൽസ് ഉണ്ടല്ലോ, ഈ ഫോൾഡറിൻ്റെ അകത്തുള്ള ഫയൽസ് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഇവിടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഈസ് ഓഫ് ആക്സസിന് വേണ്ടിയിട്ടും കമ്പൈലിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നോർമലി സിസ്റ്റം വേരിയബിളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ that much is about packages. ഓക്കെ, നമുക്കിവിടെ വേണമെങ്കിൽ ഒരു പുതിയൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ആ പാക്കേജുകൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ന്യൂ പാക്കേജ്. ഓക്കെ, സാമ്പിൾ പാക്കേജ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കിവിടെ ലൈക്ക് ഇമ്പോർട്ട് സാമ്പിൾ പാക്കേജ്. ഫൈൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിസിബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ അകത്തുള്ള പാക്കേജ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ, സാമ്പിൾ പാക്കേജ്. ഓക്കെ, നമുക്കിവിടെ കാണാൻ പറ്റും ഇമ്പോർട്ട് സാമ്പിൾ പാക്കേജ്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാക്കേജാണത്. ഓക്കെ, ഇമ്പോർട്ട് സാമ്പിൾ പാക്കേജ് ഡോട്ട് സ്റ്റാർ. അപ്പോൾ നേരത്തെ നമ്മൾ ഇവിടെ മുകളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാക്കേജ് നമ്മൾ എന്ത് ചെയ്തു, അത് നമ്മൾ ഇവിടെയുള്ള എ എന്നുള്ള ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇത്രയും സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ തിയറി വശം കൂടി എന്ത് ചെയ്യുക, ഒന്നുകൂടി വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. Okay, fine, thank you.